മഞ്ജുപിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല ലവണങ്ങളൊന്നും നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങൾ കണ്ടവന്മാരെ കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിനിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഒരു ഷബീന ബീവി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അവരെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, പക്ഷെ എങ്കിലും ഞാൻ പറയാം. ഷബീന ബീവി എന്ന് പറയുന്ന ഇത്ത എല്ലാവരും ഇപ്പം ചിന്തിക്കും എന്തിനാണ് ഇവൾ മൂക്ക് പിടിക്കുന്നതെന്ന്. പക്ഷെ മൂക്ക് പിടിച്ചേ മതിയാകും, അതേ രീതിയിൽ നാറുകയാണ്. അവരുടെ വാക്കുകൾ കൊണ്ട് തന്നെ എല്ലാം മാറി കുഴുത്തിരിക്കുകയാണ്. അവർ നാട് നന്നാക്കാൻ ഇറങ്ങിയതാ. താത്ത നാട് നന്നാക്കാൻ ഇറങ്ങിയിട്ട് എന്ത് സംഭവിച്ചത്? താത്തയ്ക്ക് എന്ത് സംഭവിച്ചു നാട് നന്നാക്കിയിട്ട്? ഇതുപോലെയാണോ നിങ്ങൾ മറ്റുള്ള സ്ത്രീകളുടെ മക്കളെ കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇതേപോലെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പൊൻകിരീടം തരേണ്ടി വരും കേട്ടോ. നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കിയിട്ട് എന്ത് നിങ്ങൾക്ക് നേടും? നിങ്ങൾ ഞാൻ പെട്ടെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ കുട്ടിയെ നിങ്ങളായിരിക്കും വളർത്തിയതെന്ന്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് വളർത്തിയത്. അതേ രീതിയിലാണല്ലോ നിങ്ങൾ സംസാരിച്ചത്. ആ കൊച്ചിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്ത് എല്ലാം നോക്കിക്കണ്ട് വളർത്തിയ ഒരു മോളാണ് നിങ്ങളിങ്ങനെ. മോളോട് നിങ്ങൾ ഇമ്മാതിരി വർത്താനം പറയുമോ? ഇതേപോലെയാണോ നിങ്ങൾ നാട് നന്നാക്കാൻ ഇറങ്ങുന്നത്? ഇങ്ങനെ കുറെ അവസരവാദികളുണ്ട് കേട്ടോ. ഇതേപോലെ ഷബീന ബീവി അറിയാൻ വേണ്ടി പറയുക, അവനവന്റെ വസ്ത്രധാരണ അവനവനുള്ളതാ. ഇപ്പം ഇതുപോലെ നാട് നന്നാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് നന്നായി പോകും കേട്ടോ. ഇങ്ങനെ നന്നാക്കരുത്. ചില ആൾക്കാരുണ്ട് ഇതേപോലെ കുറ്റവും എന്ന് വെച്ചാൽ വസ്ത്രധാരണ ഇടുന്നതിന് ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ. അവരുടെ വായിൽ നിന്ന് വീഴുന്ന വർത്താനങ്ങൾ അത് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യർക്ക് മതിയാവും. അത് മാത്രം മതി. ഇമാതിരി വർത്താനം പറയാനാണെങ്കിൽ നിങ്ങളുടെ വർത്താനത്തിനാണ് കുഴപ്പം സ്ത്രീയെ. നിങ്ങളുടെ വർത്താനത്തിന്, അല്ലാതെ അവരുടെ വസ്ത്രധാരണത്തിനല്ല. നിങ്ങളുടെ വർത്താനത്തിനാണ് നിങ്ങൾക്ക് ഒരു പൊൻകിരീടം തരേണ്ടത്. ഇമാതിരി നിങ്ങൾ വർത്തമാനിച്ച് നിങ്ങൾ നാട് നന്നാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ലോകം മൊത്തം നന്നാവും. സത്യം.